UDF സർക്കാർ പുനലൂരിനെ വീണ്ടും വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് പേപ്പർ മിൽ എംപ്ലോയീസ് യൂണിയൻ CITU പ്രസിഡന്റ് S. ജയമോഹൻ ആരോപിച്ചു. ഇന്നിപ്പോൾ UDF ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും വ്യവസായങ്ങളുടെ ഒരു ശവപ്പറമ്പാക്കി പുനലൂർ മാറ്റുക എന്ന അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF സർക്കാരിന്റെ ഭരണകാലത്ത് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയ പുനലൂർ പേപ്പർ മില്ലിന്റെ പ്രവർത്തനം UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ അട്ടിമറിക്കപ്പെടുകയാണ്. വ്യവസായ വകുപ്പും ഗവൺമെന്റും മില്ലിനു നേരെ മുഖം തിരിക്കുകയാണെന്നും ജയമോഹൻ പറഞ്ഞു. വർഷമായി അടഞ്ഞു കിടന്നിരുന്ന പുനലൂർ പേപ്പർ മിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് തുടർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം വരെ അന്ന് നടത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഗവൺമെന്റും വ്യവസായ വകുപ്പും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും മുഖം തിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ പേരിലും മാനേജ്മെന്റ് പഴയ കാലത്ത് കാണിച്ചിരുന്ന ഊർജ്ജസ്വലത ഇല്ലാത്തതിൻ്റെ പേരിൽ മില്ല് തുറക്കുന്നത് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. പേപ്പർ മില്ലിലെ തൊഴിലാളികൾക്ക് തൊഴിലും മരണപ്പെട്ട തൊഴിലാളികളുടെ ആശ്രിതർക്ക് നിയമനവും പുതുതായി വരുന്ന തൊഴിലവസരങ്ങൾ പ്രദേശവാസികളായവർക്ക് നൽകിയും പുനലൂരിന്റെ വ്യവസായ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്നതിനുള്ള നടപടികൾ LDF ഭരണകാലത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. മില്ലിന്റെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതിക്കായി 110 kV ലൈൻ എടുക്കുന്നതിനുള്ള അംഗീകാരം വൈദ്യുതി ബോർഡ് നൽകാമെന്നും അതിനാവശ്യമായ ചെലവ് കമ്പനി വഹിക്കുമെന്നുള്ള തീരുമാനം അന്ന് അംഗീകരിച്ചിരുന്നു. എന്നാൽ UDF അധികാരത്തിലേറി 1 വർഷം കഴിഞ്ഞിട്ടും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ KSEB ഇത് അംഗീകരിക്കുന്നുമില്ല. വർഷങ്ങളോളം മില്ലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വലിച്ചുനീട്ടി ഒടുവിൽ തങ്ങളുടെ ശ്രമഫലമായാണ് മില്ല് പ്രവർത്തനം ആരംഭിച്ചതെന്ന് വരുത്തി തീർക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്നും S. ജയമോഹൻ കുറ്റപ്പെടുത്തി. എന്നാൽ ഒന്നാം വാർഷികം UDF ഗവൺമെന്റ് ആഘോഷിക്കുന്ന ഈ വേളയിൽ പോലും LDF ഗവൺമെന്റ് കാലത്തുണ്ടാക്കിയ ധാരണ നടപ്പിലാക്കാൻ അവർ തയ്യാറാവുന്നില്ല. 1-2 വർഷം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പുത്തൻ പ്രഖ്യാപനമായി UDF ഗവൺമെന്റ് ആണ് തുറന്നത് എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലതാമസമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് തൊഴിലാളികളും ജനങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ മില്ല് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ലേബർ കമ്മീഷനുമായി യൂണിയനുകൾ കരാറുണ്ടാക്കിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജൂലൈയിലും മില്ല് തുറക്കാൻ സാധ്യതയില്ല. UDF സർക്കാരിന്റെ 1ാം വാർഷിക ദിനമായ 19-ന് രാവിലെ 9 മണി മുതൽ പേപ്പർ മിൽ തൊഴിലാളികൾ കുടുംബസമേതം മില്ലിന് മുന്നിൽ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലൈവ് വാർത്ത, പുനലൂർ.